നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമൂഹ്യ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയ വേളയിലാണ് ഹൈക്കോടതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നാളെയാണ് ഹർജി പരിഗണിക്കുക. സമൂഹ മാധ്യമങ്ങളോടെ അപകീർത്തിപ്പെടുത്തിയതിനാണ് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ രാഹുൽ ഈശ്വർ സംഘടിത ആക്രമണം നടത്തുന്നുവെന്നാണ് ആരോപണം. ഇതിനിടെ ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെതിരെ മോശം പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി വന്നു. സലീം എന്ന തൃശൂർ സ്വദേശിയാണ് പരാതി നൽകിയത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി. രാഹുലിനെതിരെ ഹണി റോസും പരാതി നൽകിയിരുന്നു. ഈ രണ്ട് പരാതികളും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പരാതി വിശദമായി പരിശോധിച്ചു വരികയെന്നാണ് വിശദീകരണം. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ കേസ് എടുക്കുന്നതടക്കമുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയുള്ളൂ. വിഷയം സൈബർ ക്രൈമിന്റെ പരിധിയിൽ വരുമോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേസ് സൈബർ സെല്ലിന് കൈമാറും. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് നടി ഹണി റോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത്. നടിയുടെ വസ്ത്രധാരണത്തെ പറ്റി അടക്കം വിമർശിച്ചിരുന്നു. ഇതിന് ചുവടി പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഹണി റോസിനെതിരെ വ്യാപക പ്രചാരണമാണ് ഉണ്ടായത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി സിറ്റി പോലീസിനെ സമീപിച്ചത്. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ സംഘടിത സൈബർ ആക്രമണമാണെന്നും നടപടി വേണമെന്നുമാണ് ആവശ്യം. പൊതുബോധം തനിക്കെതിരാക്കാനാണ് ശ്രമം. വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നാണ് ആവശ്യം. രാഹുലുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളെ അടക്കം പകർപ്പുകളും പരാതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിന് മാപ്പില്ലെന്ന് നടി ഹണി റോസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. അതിന് കാരണക്കാരിൽ ഒരാൾ രാഹുൽ ഈശ്വർ ആണെന്ന് ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാപ്പ് അർഹിക്കുന്നില്ലെന്നും നിയമ നടപടി സ്വീകരിക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഹണി പറഞ്ഞിരുന്നു. കടുത്ത മാനസിക വ്യഥയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിയിടാനാണ് ശ്രമം. പൊതുബോധം തനിക്കെതിരാക്കാൻ സൈബർ ഇടത്ത് ആസൂത്രിത നീക്കം നയിക്കുകയാണെന്നും ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. അതിനിടെ ബോബി ചെമ്മണ്ണൂർ കെട്ടിപ്പടുക്കിയ ഗ്രൂപ്പും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റം, പൊതുവേദികളിൽ നടത്തിയ വിവാദ പരാമർശങ്ങളും ഇദ്ദേഹത്തിനെതിരെ പ്രധാന ആരോപണങ്ങളാണ്. ഈ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ദിശയെ ഗുരുതരമായി സ്വാധീനിക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. സ്വർണ്ണ കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ബോബി ചെമ്മണ്ണൂർ റിയൽ എസ്റ്റേറ്റ്, ചിട്ടികൾ, ഷോപ്പുകൾ, തേയില കച്ചവടം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചുപോയി. തീവ്രമായ സെൽഫ് മാർക്കറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ വിവിധ പദ്ധതികളിലൂടെ സാധാരണ നിക്ഷേപകരുടെ പണം വളരെയധികം സമാഹരിക്കാൻ കഴിഞ്ഞു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഹണി റോസ് നൽകിയ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതിസന്ധിക്ക് തുടക്കമിട്ടത്. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാരോപിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതും IT ആക്ട് ചുമത്തിയതും പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കി. ബോബി ചെമ്മണ്ണൂരിന്റെ മോശം പെരുമാറ്റം നിരവധി സ്ത്രീകളിൽ വെല്ലുവിളി സൃഷ്ടിച്ചു എന്നാണ് ആരോപണം. ഹണി റോസ് പോലുള്ള സ്ത്രീകൾ തുറന്നു പറഞ്ഞതോടെ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പും വിശദീകരണവും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. താൻ മിക്കതും തമാശയെ പറഞ്ഞതാണെന്നാണ് ബോബി നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത് പൊതുസമൂഹത്തെ സംതൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.